നിങ്ങൾ രണ്ടാളും കിട്ടണ്ട, ഈ രണ്ടാളും അല്ലേ? നമ്മൾ ഒഴിവാക്കിയൊന്നും നിങ്ങളുടെ നിങ്ങൾക്ക് കൂട്ടുന്നത് ഞാൻ എല്ലാവരും കിട്ടുന്നു. ഭഗവാന്റെ ശക്തിയില്ല, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന് പറ. നമ്മൾ ആര് കണ്ടിട്ടില്ലെങ്കിൽ ദൈവം കാണുന്ന പണ്ട് പറയുന്നില്ലേ, ആ കാഴ്ചയായിരുന്നില്ല ഓരോ കൂടിയതിൽ നിങ്ങളുടെ മനസ്സിനത് തൃപ്തിയായി. ഞാൻ എപ്പോഴെങ്കിലും കരുതുന്നു നിങ്ങൾ എപ്പോഴും നിത്യാരാധന ചെയ്ത് അനുഭവപ്പെടുന്നു. സൽക്കർമ്മ ഫലം കൊണ്ട് ഭൂമിയിൽ നല്ലത് ചെയ്യുന്നുള്ള അഭിമാനം നിർത്തുന്നത് അതെ. എന്താ മനസ്സുവരെ കൂടി തമ്പുരാന്റെ രൂപമുണ്ടത് ജന്മം. അതൊക്കെ നമ്മുടെ സ്വപ്നം. അങ്ങനെ മരിക്കുമ്പോൾ ഒരു പരിക്കിന് മുട്ടുന്ന കാര്യമില്ല. ജീവിക്കുമ്പോൾ ജീവിച്ച് മരിക്കുമ്പോൾ ഒരു പരിക്കിന് മുട്ടുന്നു. നമ്മുടെ മനസ്സും ഒരവേടായിട്ടൊന്നും പേര് പോലെ തന്നെ അവരെ ദൈവം കൽപ്പിച്ച് വിട്ടു അല്ലേ? ഇവരറിയില്ലേ? ഇവരെ അറിയൂലേ? നിൽക്കുന്നു ഏടക്കെട്ടിന് നിത്യ വസന്തമല്ലേ അല്ലേ? അതെ, നിങ്ങൾക്ക് ഞാൻ തന്നതാണ്. ദൈവം പിടിച്ച വരാം കിട്ടുക. ശീതമാകുന്ന അവർക്ക് നല്ല ആൽമരട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ദൈവം കൽപ്പിച്ചു. എന്റെ മുഖത്തിന്റെ ഒരു പ്രസരിക്കുന്ന നേരെ നല്ല കർമ്മം ചെയ്യുന്നുണ്ട്. കർമ്മം ചെയ്യുന്നൂടെ എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാ ദൈവത്തെയും ഒരുപോലെ മനസ്സുകൊണ്ട് അതിൻ്റെ വിഷയമുണ്ട്. സത്യനിഷ്ഠമാണ് ഒരു പുരോപദേശം ആണ് ഞാൻ. ഒരു ദൈവാധീനം ഓരോ ചെയ്തിട്ടുണ്ടോ? ഓരോ ചെയ്തിട്ടോ? നിങ്ങൾക്ക് ഞാൻ കഥ പറയുമ്പോൾ പറയണം. അപ്പോൾ നമ്മൾ വാരി വെച്ചു കൊടുക്കുന്ന ശേഷം ഒരു ഗുരുസ്ഥാനം അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്തോ. നല്ലൊരു മാസം നോക്കി രാഗം ദിവസം എല്ലാം നോക്കി. ഇത് നല്ല രസമാണ്. മുത്തപ്പൻ്റെ കാര്യം നല്ല സുഖമാണ്. ആ ഇല്ല, നല്ല കാര്യമല്ലേ മുത്തപ്പൻ്റെ അല്ലേ? ഇവിടെ വന്നിടത്തേക്ക് പോയിട്ട് വെച്ചെടുത്ത് കൊടുക്കുന്നത് അയച്ചു തരിക. ആ അതൊന്നും എൻ്റെ അടുത്ത് രണ്ട് നേരത്തെ അല്ലേ? അതെ, അവിടെ പോയി ഉപദേശം ഉപദേശം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തവരാണ്. ആ ചെയ്തവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുട്ടിപ്പോയാലും ചെയ്യാൻ പാടില്ല. അതിൽ ആ അപ്പോൾ നല്ല കടം തുണിയാണെന്ന് ചൂടുള്ള വസ്തു പിടിക്കാനുള്ള എളുപ്പമാണ്. അപ്പോൾ പിടിക്കേണ്ടതുപോലെ പിടിച്ചിട്ടില്ലെങ്കിൽ പിടിക്കും. പിടിക്കേണ്ടതുപോലെ പിടിക്കും. ആ അല്ലെങ്കിൽ ലാഭമുണ്ട. ഇപ്പോൾ വന്നതാ. ഉറങ്ങിയ നല്ലൊരു പാട്ട് പാടതാ. ആ പാട് പാട് ആ പാട്. ഇങ്ങോട്ട് കൊണ്ടേ